സ്തുതി പാടും സമയം. അണിചേർന്നിടാം അനുതാപമോടെ അണയാമീ ബലിയിൽ. പങ്കുചേരാം അനുരഞ്ജിതരായി കുഞ്ഞാടും ബലിവേദിയിൽ. ജീവനേകും അനുപമ സ്നേഹം നുകരാം കൂദാശയിൽ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിൻ്റെ സമയം. യാഗമാകാം ജീവനേകാം വിശിഹാണയുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിൻ്റെ സമയം. യാഗമാകാം ജീവനേകാം വിശിഹാണയുന്നിതാ. അന്നാ പെസഹ കുഞ്ഞാടായി നാഥൻ തിരുഭോജ്യമായി. കാൽവരി മലയിൽ പരിപൂജ്യമായി സ്നേഹം ബലിദാനമായി. നാഥനിലൊന്നായി ഞാനും മുറിയുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിൻ്റെ സമയം. യാഗമാകാം ജീവനേകാം വിശിഹാണയുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിൻ്റെ സമയം. യാഗമാകാം ജീവനേകാം വിശിഹാണയുന്നിതാ. പാവനമാകും കുർബാനയിൽ പ്രാണൻ ജ്വലിക്കും വിരുന്നിൽ. ആദികദാശകളെ കുന്നിതാ അരുളേണമേ ദിവ്യ കൃപകൾ. പരിപാവനീ ബലിപീഠത്തിൽ സാദരമർപ്പിക്കുന്നു. അണിചേർന്നിടാം അനുതാപമോടെ അണയാമീ ബലിയിൽ. ജീവനേകും അനുപമ സ്നേഹം
നുകരാം കൂദാശയിൽ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാം ജീവനേകം അണയുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാം ജീവനേകം അണയുന്നിതാ. ഈശോയിലെ സ്നേഹമുള്ളവരെ, വിശുദ്ധ സ്നാപയോഹന്നാന്റെ തിരുനാൾ ദിനത്തിൽ നമ്മളായിരിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. വളരെ പ്രത്യേകമായി നമ്മുടെ ഇടവ സമൂഹത്തിൽ ഇന്ന് നമുക്കായി ദിവ്യബലി അർപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ജസ്ലിൻ തറ്റയിൽ അച്ഛനാണ് മുഖ്യ കാർമ്മികൻ. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ ഇടവക കുടുംബത്തിൻ്റെ പേരിൽ, വികാരി അച്ഛൻ്റെ പേരിൽ സ്നേഹോഷ്മളമായ സ്വാഗതം ഈ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലേക്ക്, സൗത്ത് പറവൂർ ഇടവകയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മോടൊപ്പമായിരിക്കുന്നത് ജിജോ അച്ഛനുണ്ട്, ജോബി അച്ഛനുണ്ട്, നമ്മുടെ ഇടവകാംഗമാണ്. അതോടൊപ്പം തന്നെ അഡ്രച്ചനുണ്ട്. എല്ലാ വൈദികരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭക്തിപൂർവ്വം നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ ബലിവേദിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ യോഹന്നാൻ മഗ്ദാനയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെല്ലാം നമ്മോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും തമ്പുരാൻ്റെ ആൽത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം.
ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമായി മാമലയലകൾ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ ആരിഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കൽമഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനനാമേ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിനും വാങ്ങാത്തവനും വാഴുന്നതിനോ പാവനമാമി മാമലയെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരിഭൂവിൽ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എൻ്റെ കർത്താവേ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, ശ്രദ്ധയോടെ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുവിൻ. 2 സാമുവേൽ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാനും വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനും താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്നും അത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്നും അത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അത് അവന് മകളെ പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്നു ഭക്ഷണമൊരുക്കുവാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രൂദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്നും നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദയായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്തിനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്തിനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിയുകയില്ല. ദൈവമായ കർത്താവിനെ സ്തുതി. മനവരതൻ ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സ്നാപകൻ യോഹന്നാൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സ്നാപകയോഹന്നാൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ
ഇപ്പോഴുമെപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സ്നാപക യോഹന്നാൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത്. പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയായിരുന്നെങ്കിലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നതല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷിതാക്കളോടുകൂടെയും കാര്യസ്ഥന്മാരുടെ കൂടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മളുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമരുളും വചനം ശ്രവിക്കാം നമ്മെയൊരുക്കാം ദൈവത്തിൻ ജനമേ. ദൈവമരുളും വചനം ശ്രവിക്കാം നമ്മെയൊരുക്കാം ദൈവത്തിൻ ജനമേ. ഇതു ശാന്തിയേകിടും വചനം ആരിനു രക്ഷയേകും വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇതു ദൈവ സ്നേഹമാ വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇതു ദൈവമേകിയ വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലോകം അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ദേഹം 1 വാക്യങ്ങൾ 57 മുതൽ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നു കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു.
8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്തു പേരിട നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പ്രതീക്ഷയോടാനന്ദ ചിത്തര സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനീ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നീറും നിരാശയിൽ പ്രത്യാശയോടെ നീ പാപികൾക്കാശ്രയം നൽകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നേടുറ്റ നീതിയും നിർമ്മായ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുറച്ചു നീക്കുകയും ചെയ്യട്ടെ. ദാനമായി തന്നതല്ലാതെ എന്തുണ്ടു നാഥ സമർപ്പിക്കുവാൻ. എൻ ജീവനും എൻ സർവവും ഞാൻ സമ്മോദമേകിടം കാണിക്കയായി. സ്വീകരിക്കേണമേ
താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവന നീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുക നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിന്നിൽ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവീരെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യതാതരങ്ങിൽ നിന്നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാമേശുദൈവജൻ, വിശ്വസിക്കുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേകസത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിയെ തന്നെ
സൗമ്യദാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാണു മഹിമയോടെ നിത്യപിതാവേ, വലതുഭാഗമാർന്നു വാഴു മഹിമകാന്തിയിൽ, ഒടുവിലെത്തുമീ മഹീലന്നു വിധിയുമായി, സകലരും ശ്രമിക്കും വന്ധ്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളെ വരും. ഏകമാണു ധന്യമാണു പാവനം സഭ, സൈനിക പ്രഭാവമാർന്ന സാർവജനീനം, പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളെ വരും. മുക്തിയാമുയർപ്പു നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും. സർവശക്തനാകും ഏകദൈവമേ, വിശ്വസിപ്പു ഭക്തിരാം ഞങ്ങളങ്ങയിൽ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം
ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനുമുടയോരേ, അനവരതം പാടുന്നു. വാനവനായകർ നിരനിരയാ കിന്നര വീണകൾ വീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്തോഷാന. Hosanna, 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 Hosanna. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. എളിവരും ബലഹീനരുമാകുലരുമായി ദാസർ അവിടുത്തെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി ഹൃദയങ്ങൾ തമ്പുരാൻ്റെ അൽത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ ഏറ്റുവാങ്ങി സ്വീകരിക്കാം. കർത്താവായ
ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ, എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ, എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന ആരാധന നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും
അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ബദ്ധരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർലിയോ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷന്മാർക്ക് വേണ്ടിയും രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയുഗ്രം പാപിയും ബലഹീനമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും മഹനീയവും വൈവിധ്യജനകവും പരിശുദ്ധവും ദൈവികവും ജീവദായകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാന ഭാഗമായി റൂഹാക്ഷണ പ്രാർത്ഥന, പരിശുദ്ധാത്മാവെ ദിവ്യരഹസ്യങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദാഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൽ മുന്നിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൽ മുന്നിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ഞങ്ങളുടെ കർത്താവേ ശോഭിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തന്നിൽ വസിക്കും തിരുനാഥരാരാധന. കൃത്തടം തേടി വരും കർത്താവിനാരാധന. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിലും രഹസ്യങ്ങളും നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും ബലിനകയെല്ലാം
ശത്രുതയെല്ലാം നീക്കി നീ താക്കം ഹൃദയം ദീപ്തമാകാം. ഹൃദയമൊരുക്കാൻ നാദനു നിത്യം നിറയാൻ ആത്മാവാ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുനെയ്യും. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എളിയവരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കാം. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപായിട്ട് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ പോകുമ്പോൾ തമ്പുരാനെ, അത് സ്വീകരിക്കാൻ ഞാനും നീയും യോഗ്യയാണോ എന്ന് ആത്മശോധന ചെയ്യാം. സെറാഫുകളെ നേശയായി കേകിയ ആ അപ്പം, സ്വർഗത്തിന്റെ അടുക്കളയിൽ പാകം ചെയ്ത അപ്പം എൻ്റെ നാവിലേക്ക് എഴുന്നള്ളുമ്പോൾ തമ്പുരാനെ, ആരോടെങ്കിലും ഇനിയും ക്ഷമിക്കാൻ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ, ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടെങ്കിൽ കർത്താവെ പൊറുക്കണമേ എന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആത്മാർത്ഥതയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകമേറിയ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ, കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ, കന്യകമേറിയ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ, കാൽവരിയോളം പൊതിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ, സെറാഫുകളൊന്ന് മേശയായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിലവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, രക്ഷകന്റെ കൃപയാൽ ദൈവപുത്രനായ മിശിഹായുടെ ശരീരരക്തങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യാം. മിശിഹായുടെ ശരീരം കൃത്യവും നിത്യജീവൻ നൽകട്ടെ. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോ വാസമായി. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോ വാസമായി. അലഞ്ഞൊറിയും സ്തുതിഗീതം പാടാം ആത്മാവിൽ അൾത്താരയിൽ ആരാധനയേകാം. ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേയ്ക്കാരാധന. നിന്നെ പകുത്തു നീയൂട്ടി
അന്നു നോവേറ്റെന്നെ സ്വന്തമാക്കി നിന്നെ പകുത്തു നീ ഊട്ടി അന്നു നോവേറ്റെന്നെ സ്വന്തമാക്കി ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഓരോ നാളും കൈവിടാതെ ദൈവമേ നിന്നിലൻ ആശ്രയം ആത്മാവിൽ അലഞ്ഞുറയും സ്തുതിഗീതം പാടാം ആത്മാവിൽ അൾത്താരയിൽ ആരാധനയേകാം ദിവ്യകാരുണ്യമേ ദൈവമേ ഇന്നെന്നും അങ്ങേക്കാരാധന ദിവ്യകാരുണ്യമേ ദൈവമേ ഇന്നെന്നും അങ്ങേക്കാരാധന. ഈശോ എൻ ജീവിത കേന്ദ്രം എൻ്റെ ഈശോ എൻ ഗേഹത്തിൻ നാഥൻ ഈശോ എൻ ജീവിത കേന്ദ്രം എൻ്റെ ഈശോ എൻ ഗേഹത്തിൻ നാഥൻ കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ നേരിടിലും കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ നേരിടിലും എല്ലാം അറിയുന്നെൻ ദൈവമേ നിന്നിലാണ് ബലം ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ വൃത്തിൽ ഈശോ വാസമാ ആത്മാവിൽ അലഞ്ഞുറയും സ്തുതിഗീതം പാടാം ആത്മാവിൽ അൾത്താരയിൽ ആരാധനയേകാം ദിവ്യകാരുണ്യമേ ദൈവമേ ഇന്നെന്നും അങ്ങേക്കാരാധന ദിവ്യകാരുണ്യമേ ദൈവമേ ഇന്നെന്നും അങ്ങേക്കാരാധന. നമുക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഫാദർ ജസ്ലിൻ തറ്റയിലിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ എളവൂർ പള്ളിയിലെ വികാരി അച്ഛനാണ്. വളരെ ദൂരത്ത് നിന്നാണ് അച്ഛൻ കുർബാനയ്ക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ കോവിഡ് സമയത്താണ് അച്ഛനായിട്ട് അധികം കൂട്ടായത്. കാരണം അച്ഛൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനായിട്ട് എൻ്റെ പള്ളിയിൽ ഒരു 5-6 അച്ഛന്മാരോടൊപ്പം സ്ഥിരം വരുമായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ബാർബർ ഷോപ്പുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മുടിയൊക്കെ വെട്ടിയിരുന്നത് അച്ഛനാണ്. അച്ഛനെല്ലാം അറിയാം. ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ്, പാട്ടുപകരണങ്ങൾ, ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അച്ഛന് പ്രത്യേക പാഠമുണ്ട്, നല്ല കഴിവുണ്ട്. അപ്പോൾ ഈ തിരുനാളിൽ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായി ഇവിടെ വന്നെത്തിയ ജസ്റ്റിനസിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. നമ്മോടൊപ്പം ആയിരിക്കുന്ന നമ്മളുടെ ഇടവാംഗങ്ങളായിട്ടുള്ള ഫാദർ ജോജോ പാലത്തിങ്കൽ അച്ഛൻ ബിജനൂറിലാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുക. അച്ഛനെ കാണാനായിട്ട്
ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയത് ഓർക്കുന്നു. ഞങ്ങൾക്ക് വലിയ സ്വീകരണമൊക്കെ അച്ഛൻ തന്നു. അച്ഛനെയും അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ജോബി മലമേലച്ഛനെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾക്കധികം പരിചയമില്ലാത്ത എന്നാൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള അച്ഛനുണ്ട്. പെരുമ്പളം ലത്തീൻ പള്ളിയിലെ വികാരിയച്ഛൻ, ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ ഐഡ്രിൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജയ്മോനച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മെ സഹായിക്കുന്ന ബിബിനച്ഛൻ, എല്ലാവരെയും പ്രത്യേകം ഈ തിരുനാൾ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണമാണ്. ഇന്നലത്തെ പ്രദക്ഷിണം വളരെ ഭംഗിയായിരുന്നു. ഇന്നും പ്രദക്ഷിണത്തിന് എല്ലാവരും നിരക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 ലതീഞ്ഞ് രൂപം എടുത്തു വയ്ക്കൽ. ഇപ്പോൾ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് വൈകിട്ട് നമ്മുടെ രൂപം എടുത്തു വയ്ക്കുന്നതിൻ്റെ പ്രദർശനങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതിൻ്റെ ക്രമീകരണത്തിനായിട്ട് അവർ ചെറിയ പിരിവൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്ന വിധത്തിൽ എല്ലാവരും സഹകരിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകൾ അവർ തിരുനാളിന് ശേഷം എന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ മരിച്ചവരുടെ ഓർമ്മ ദിനം. കാലത്ത് 6:30 ദിവ്യബലി, സെമിത്തേരി സന്ദർശനം, ഒപ്പീസ്, കസ്തൂരി കൊള്ളൽ. എല്ലാവരും നാളെയും വിശുദ്ധ കുർബാനയ്ക്ക് വരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ തിരുനാൾ എന്ന് വെച്ചാൽ തിരുനാളോടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ പൂർവികർ വളർത്തിക്കൊണ്ടുവന്നതാണ് നമ്മളുടെ ഇടവക. അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെയും വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തിരുനാൾ ഭംഗിയാകാൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നത് അവരാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ നാളെ എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് വരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് സമാപന ആശീർവാദം സ്വീകരിക്കും. ാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മിശിഹാ വഴിയായി ദിവ്യാത്മാ
ആത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും നിത്യായുസവനേകും ഞാനേവം നാദനരുൾ ചെയ്തു. ദൈവികമാം ശക്തിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്റെ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഇന്നലത്തെ പോലെ ഏറ്റവും മുൻപിൽ കുരിശ്, അതിന് പുറകിൽ ചെറിയ കുടകൾ, അതിനും പുറകിലായിട്ടാണ് വലിയ കുടകളെടുത്ത് നിറയ്ക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദർശന അംഗങ്ങൾ അവരുടെ സ്ഥാനീയ വസ്ത്രങ്ങൾ ധരിച്ച് പ്രദക്ഷിണത്തിൽ പങ്കുചേരുക. പ്രദക്ഷിണം നമുക്ക് ഭക്തി നിർഭരമാക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ